ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ദിവസം വെക്കേഷനൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ ചേലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ ഞാനൊന്ന് ചേലക്കാവ് അമ്പലത്തിലേക്ക് പോകാറുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഏത് ദൈവങ്ങളെക്കാളൊരു വിശ്വാസമാണ് ചേലക്കാവിലെ അമ്മേനെ. അപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ കാരണം എന്നും പോവാമെന്ന് വിചാരിക്കും, പക്ഷെ മടി പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കണ്ണൻ്റെ വഴിപാടുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും, പിന്നെ മാസത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് വഴിപാടുകൾ നടന്നു പോകുന്നുണ്ട്. അപ്പം അന്ന് കണ്ണൻ്റെ നാളായിരുന്നു, തൃക്കേട്ട നാളായിരുന്നു. അപ്പോൾ വഴിപാട് കഴിക്കാനായിട്ട് എന്തായാലും പോകണം. അപ്പോൾ അച്ഛൻ എന്തായാലും പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ പോയി, ഞാനും അച്ഛനും കണ്ണനും കല്യാണിയും കൂടെ പോയി കേട്ടോ. അപ്പോൾ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ, പക്ഷേ തൊട്ടപ്പുറത്ത് വേറൊരു കണ്ടേശ്വരം എന്ന് പറഞ്ഞ അമ്പലം കൂടി ഉണ്ട്, കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടേശ്വരത്തേക്കൊക്കെ പോയിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞൊരു ഓർമ്മയാണ്. ആദ്യം ഞങ്ങളിങ്ങനെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങും. നമ്മൾ ചേലക്കാവ് അമ്പലത്തിലും കണ്ടേശ്വരത്തും, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രഹ്മകുളം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടെയും വല്ലപ്പോഴൊക്കെ കൂടൽവാണിക്യത്തിലും അങ്ങനെയൊക്കെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങാറൊക്കെ ഉണ്ട്. അതിങ്ങനെ എപ്പോഴും കണ്ടേശ്വരത്തും ബ്രഹ്മകുളത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും കൂട്ടുകാരൊക്കെ ആയിട്ട് പോയ കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ല, അത് എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ വിചാരിക്കും പിന്നെയും അല്ല ഇനിയിപ്പോൾ അവരൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരുമിച്ച് നമുക്ക് അതുപോലെ. പക്ഷെ ഒന്നുമില്ല, കഴിഞ്ഞതൊന്നും പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ, എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ആ ഒരു കൂട്ടുകാരൊക്കെ ആയിട്ടേ ഒരു പ്രാവശ്യം ഞങ്ങൾ ഗെറ്റ് ടുഗദർ പോലും പ്ലാൻ ചെയ്തത് ഞാനൊക്കെ തന്നെ അത്രയും എന്താ പറയുക ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങളന്ന് ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്തതും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനെ വിചാരിക്കട്ടെ പണ്ടത്തെ കൂട്ടുകാരൊക്കെ ആയിട്ട്, പക്ഷെ നടക്കില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്ക് കണ്ണന് മരുന്ന് വാങ്ങാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ കയറി. നമ്മളുടെ അവിടെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ കണ്ണന് ടൈറ്റ്നസ്സിനൊക്കെ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടാബ്ലറ്റ് ഇല്ലാത്തപ്പോൾ അവനൊത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിയാറായിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കഴിയുന്നതിൽ മുൻപ് തന്നെ അത് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവന് നൈറ്റിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ കണ്ണന് പുറത്ത് പോയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ ബൈക്കിൽ അങ്ങനെ പോകാറില്ലല്ലോ, ഈ കുറേ നാളായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ബൈക്കിൽ യാത്ര അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ പുറകിലിരുന്നിട്ട് ഞങ്ങളിങ്ങനെ പോവൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ബൈക്കിൽ തന്നെയല്ലേ പോവുക. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കും, ഞങ്ങൾ എത്ര ലോങ്ങൊക്കെ ആണെന്നറിയാം, നമ്മൾ എറണാകുളത്തേക്കൊക്കെ ഞങ്ങൾ ബൈക്കിൽ കണ്ണനെയും കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ബൈക്കിലൊക്കെ അങ്ങനെ കാറ്റടിച്ച് പോകുമ്പോൾ അവന് വയ്യായികൾ ഒരു പ്രശ്നമില്ല കേട്ടോ. യാത്ര അവനൊരു വിഷയമില്ല. യാത്ര മാത്രമല്ല, വേറെ എന്താ പറയുക, തണുപ്പ് കാര്യങ്ങൾ. അപ്പോൾ ചിലർ പറയില്ലേ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര മഴയുടേതായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യാത്ര ചെയ്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ണൻകുട്ടിക്കില്ല കേട്ടോ. പക്ഷേ കല്യാണിക്ക് അങ്ങനെയല്ല. കല്യാണിക്ക് യാത്ര ചെയ്ത പ്രശ്നങ്ങളുണ്ട്, അലർജിയുടെ പ്രശ്നങ്ങളുണ്ട്, തൊട്ടേനും പിടിച്ചതിനൊക്കെ അവൾക്ക് വയ്യായികൾ വരും. പക്ഷെ കണ്ണന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവൻ പോകാത്ത സ്ഥലങ്ങളില്ലെന്ന് തന്നെ വേണം പറയാം. പക്ഷെ അതുകൊണ്ടൊരു ജലദോഷമോ പനിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴിയിലേക്ക് കടക്കുമ്പോൾ അവനറിയാം, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവനറിയാം വീട്ടിലേക്കാണ് ചേലൂർക്കാണ്. അതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മമ്മനെയും അച്ഛനെയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴും ആ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ നിന്ന് കടക്കുമ്പോൾ തന്നെ ആൾക്ക് ചിരി തുടങ്ങും. അവന് ആ വഴി അറിയാം. അതുപോലെ കൊടകരയിലേക്ക് പോകുന്ന വഴിയും അവനറിയാം. ഇപ്പോൾ തുമ്പൂർക്ക് വരുന്ന വഴിയും അവനറിയാം കേട്ടോ. അതിങ്ങനെ കടക്കുമ്പോഴേക്കും അവൻ ചിരി തുടങ്ങാറുണ്ട്. ഞാനിട്ടാ കല്ലുല്ലേ, ഇവിടെ കല്ലു പോയി, കല്ലുനെ അമ്പലത്തിലാക്കി. കല്ലോടെ നിൽക്കല്ലേ, സുന്ദരിയായല്ലോ, സുന്ദരിയായല്ലോ. തിരുമേനി കണ്ണൻ്റെ ഫാൻ.
അപ്പോൾ കണ്ണന് വഴിപാടുകളുണ്ടായിരുന്നു, ചേലക്കാവിൽ വഴിപാടുകളുണ്ടായിരുന്നു. പിന്നെ ശിവൻ്റെ അമ്പലത്തിലാണ് നമ്മൾ മുടക്കാണ്ട് ഇങ്ങനെ ജലധാര, കർഗഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ കണ്ണന് ഈ മറ്റേ കട്ടപ്പായസം ഉണ്ടല്ലോ, നമ്മുടെ ശർക്കര പായസം, അതങ്ങനെ ആൾക്ക് വലിയ പിടുത്തില്ല. കാരണം അതിലിങ്ങനെ അരിമണികളായിട്ടല്ലേ കിടക്കുക, ആൾക്ക് അത് ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാൽപ്പായസം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിലോ അവിടെ പ്രസാദം എടുത്ത് തരുന്ന തിരുമേനി നമ്മുടെ ഇൻസ്റ്റ റീൽസൊക്കെ കാണുന്ന ആളായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴേക്കും കണ്ണനല്ലേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കട്ടപ്പായസത്തിന് പകരം കണ്ണന് പാൽപ്പായസം തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പാൽപ്പായസമൊക്കെ കഴിച്ചു. പാൽപ്പായസത്തിലാണെങ്കിലും അവന് അരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ മിക്സിയിലൊക്കെ അടിച്ച് അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ കുടുങ്ങുന്ന പോലെയൊക്കെ ആവും. ആ പാലിൻ്റെ ഇതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ജാനി 2 ദിവസം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പിന്നെ വന്നപ്പോൾ കല്യാണിയും ജാനിയും കൂടെയുള്ള എന്താ പറയുക, അയ്യോ കുറേ ദിവസങ്ങൾ എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു ഓട്ടവും ചാട്ടവും കളിയും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ കണ്ണനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ കിടന്ന് അവരുടെ കുറുമ്പുകളൊക്കെ കാണും. ഞാൻ ഇടയ്ക്ക് കണ്ണൻ്റെ അടുത്ത് പറയും, കണ്ണാ നീ വളം വെച്ച് കൊടുത്തിട്ടാണ് കല്യാണി ഇങ്ങനെ കുഞ്ഞു കുറുമ്പത്തി ആവണ, ചേട്ടന്മാരൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണം അനിയത്തിമാരെ എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരേണ്ട ദിവസമായിട്ടുണ്ടായി. ഏകദേശം 2-3 ആഴ്ച ഞാൻ നിന്നു കേട്ടോ അവിടെ. ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അന്ന് വരുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 ആഴ്ചയോളമൊക്കെ ഏകദേശം നിന്നിട്ടുണ്ട് ഞാനവിടെ. അപ്പോൾ വീട്ടിലാണെങ്കിലേ ചേട്ടന് ഈ വക ഗപ്പി, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുകളിൽ പ്രാവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, നാട്ടിലില്ലല്ലോ. അപ്പോൾ പോയ സമയത്ത് ഗപ്പികളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ട് ടാങ്കുകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പെറ്റ് പെരുകിയിട്ട് സാരിവാലൻ്റെ ഗപ്പികളൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ കൊടകര വെച്ചിട്ട് ഒരു ടയറിൻ്റെ ഒരു ഇതിലൊക്കെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മീനിടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതങ്ങനെ അവിടെ വെറുതെ ചെളി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും കുറച്ച് ഗപ്പിനും സാരിവാലനെയൊക്കെ കൊണ്ടുവന്നതിലിടാം എന്ന് കരുതിയിട്ട് കുറച്ച് മീനൊക്കെ പിടിക്കാനൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങേണ്ട സമയമായി, വീട്ടിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. പോണ സമയത്താണൊക്കെ ഇനിയും കവറിലൊക്കെ ആക്കി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ റെഡി ആവാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ മഴ പെയ്തപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നുള്ളതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. മഴ ഒന്ന് തോരട്ടെ, അല്ലെങ്കിൽ പെരുമഴയത്ത് ഇറങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അന്ന് ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ലറ പണിയെല്ലാം ഉണ്ടാവുക. കാരണം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ. അപ്പോൾ അതിൻ്റേതായ കുറേ ക്ലീനിങ്ങുകളും പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോട്ട് മിക്കപ്പോഴും അങ്ങനെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഭക്ഷണം കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഗപ്പീന് സാരിവാലന് ഒക്കെ പിടിച്ച് തുമ്പൂർക്ക് യാത്ര തിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോരാന്ന് പറയുമ്പോഴേ നമ്മൾ നിൽക്കാൻ പോകുന്ന ആ ഒരു ദിവസം എനിക്ക് അയ്യോ വേഗം പോയിട്ട് വേഗം വരണം എന്നുള്ള ചിന്തയോട് കൂടി ആയിരിക്കും ഞാൻ പോവുക. പക്ഷേ ചിലൂർ ചെന്ന് നിന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് വരാൻ ഇഷ്ടമില്ലാത്തതുപോലെ. അതിപ്പോൾ 14 വർഷമായിട്ടും അതിനൊരു വ്യത്യാസമില്ല. കാരണം എനിക്കറിയില്ല അവിടെ എല്ലാം കൊണ്ട് സൗകര്യമാണെങ്കിലും കൊച്ചു വീടാണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴൊന്നും എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ അവിടെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ചേലൂർ തന്നെയാണ്. അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമ്മൾ ആ ഒരു അവരുടെ മോളായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെ. അപ്പോൾ എപ്പോഴാണെങ്കിലും അവിടെ നിന്ന് വരുന്ന അന്ന് എനിക്കൊരു വിഷമമാണ് കേട്ടോ ഉള്ളിൽ. വീഡിയോ അങ്ങനെയൊന്നായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഞങ്ങൾ പോവാണ്. ഇപ്പോൾ കുറേ ഏകദേശം 1 മാസത്തോളമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തിരിച്ച് പോവാണ് കേട്ടോ, തുമ്പൂർക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് എല്ലാവരും ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, തുമ്പൂർക്ക് പോയോ വീട്ടിലാണോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇടാന്ന് കരുതി. ഞങ്ങളിവിടെ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴയായിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ചേട്ടൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നല്ല കുഴപ്പമുണ്ടോ? എനിക്കുണ്ടോ? പച്ചാച്ചൻ്റെ ഇവിടെ ചക്ക വെട്ടിയിരിക്കുന്നു. അപ്പം ദേ ഒരു കഷ്ണം ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ കൊണ്ടുപോകാനായിട്ട്. കാര്യം ഞാൻ പുറമേ കാണിക്കാം, അയ്യോ തിരിച്ചു പോകണം, എനിക്ക് അവിടെ ചെണ്ട അതുണ്ട് കാര്യം ഇതുണ്ട് കാര്യം എന്നൊക്കെ ആയിരിക്കും ഞാൻ പുറമേ കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയുടെ അടുത്തുനിന്ന് പോകണമല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരിക്കും ഉള്ളിൽ ഉള്ള നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. അപ്പം അതിപ്പോൾ ഈ 14 വർഷമായിട്ട് അതിനൊരു വ്യത്യാസമില്ല.
അപ്പോൾ അന്നും എനിക്ക് പോകണമല്ലോ എന്നുള്ളൊരു ചിന്തയും വിഷമമൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന അന്ന് അവിടെ ഭയങ്കര പ്രിപ്പറേഷൻസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ്, ഇതിപ്പോൾ അന്ന് എന്തോ ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചക്ക അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ അച്ഛനും അമ്മയും പാക്ക് ചെയ്തും കൊണ്ടിരിക്കും എനിക്ക് തന്നു വിടാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം പോലെയാണ്, സന്തോഷം നിറഞ്ഞൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ജാനകി ഉള്ളത് കാരണം കല്യാണിക്കും വിഷമമൊക്കെ ഉണ്ട് കേട്ടോ പോരാനായിട്ട്, കാരണം കളിക്കാനായിട്ട് പിന്നെ ആളില്ലല്ലോ. അപ്പോൾ കണ്ണൻ എന്താണ് ഇന്ന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കണ്ണനും കല്യാണിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞാൽ കല്യാണിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കിപ്പോൾ ഞാൻ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഇങ്ങനെ കണ്ണൻ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അവളിങ്ങനെ നിൽക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കല്യാണിയോ അതൊരു രാത്രി പോലും എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കണ്ണനും ചില സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, അച്ചാച്ചനും അമ്മാമ്മയൊക്കെ മതി അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ എപ്പോഴോ ഒന്ന് തിരിച്ച് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ണനും. പിന്നെ അങ്ങനെ വലിയ വിഷയം ആയിട്ടുള്ള കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ വിഷമങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ അധികം ദിവസം തന്നെ വേണം പറയാനായിട്ട്, 2-3 ആഴ്ചയിലത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടല്ലെന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.